സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ബൈക്കിന്റെ വിലയിൽ കാർ മേടിക്കാൻ പറ്റും. സാൻഡ്രോ 2010 ഈ ഒരു വാഹനം നമ്മൾ 75,000 രൂപയ്ക്ക് കൊടുക്കും. 75,000 രൂപയ്ക്ക് കൊടുക്കും. എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കൂ? എന്തെങ്കിലും കൊടുക്കാനായിട്ടില്ല, നമുക്ക് കിട്ടിയ ഒരു പ്രൈസിൽ പ്രൊമോഷൻ ആയിട്ട് ചെയ്യുന്നതല്ല, എക്സ്ചേഞ്ച് വന്ന വാഹനമാണ്. അപ്പം ലോ ബഡ്ജറ്റ് വാഹനവും 75,000 രൂപ മുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർച്യൂണറിന്റെ ഒരു കളി തന്നെ വേറെ കിടക്കുന്ന കാണാൻ എന്ത് രസമാണ്. ഒന്ന് ഓടിപ്പോയിട്ട് വന്ന് 1 2 3 4 5 എണ്ണം ഐറ്റം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് പോവാം. ഇത് ഓട്ടോമാറ്റിക് ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 മോഡലാണ്. അതും ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വാഹനമാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ്. വേറെ കംപ്ലൈന്റ്സ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ലല്ലോ. ആക്സിഡന്റ് ഉള്ള വണ്ടികൾ നിങ്ങൾ കച്ചവടം ചെയ്യത്തില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് 100% ട്രസ്റ്റി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എക്സ്ട്രാ. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് എല്ലാവരും നോക്കുന്ന ഒരു മോഡലാണ്. ഒരു സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കും. നിങ്ങളുടെ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 545 ആണ്. 545 ഒരു വ്യൂവർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് ഒരു 1.25 നമ്മൾ മലയാളികൾ എപ്പോഴും കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. ഓണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ് വീട്ടിലൊരു പുതിയ അതിഥിയെ കൊണ്ടുവരണം, ഒരു കാർ സ്വന്തമാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 75,000 രൂപ മുതൽ ലോ ബഡ്ജറ്റ് മുതൽ മിഡിൽ ബഡ്ജറ്റ്, പ്രീമിയം ബഡ്ജറ്റുകളിൽ കാറ് സ്വന്തമാക്കാൻ പറ്റുന്ന, കാറ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ അൽസാജ് അരീനയുടെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് എക്സ്ട്രാ പ്രീ ഓണഡ് കാസിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് UST ഗ്ലോബൽ കാണാം, ഇൻഫോസിസ് കാണാം, ടെക്നോ പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ബിഗ്ഗസ്റ്റ് എക്സ്ട്രാ ഷോറൂം എന്ന ടാറ്റയുടെ ടിയാഗോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് മോഡലാണ്? 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലേക്ക് വാഹനമാണ്. 22,000 കിലോമീറ്റർ ആണ് ഓടിയത്. 22,000 കിലോമീറ്റർ ആണ് ഓടിയത്. പെട്രോൾ ആണ്, മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല. എന്ന് പറഞ്ഞ വലിയ സ്പെഷ്യാലിറ്റി. ഒരു യെല്ലോ തീമിലാണ്, യെല്ലോ ആൻഡ് വൈറ്റ് തീമിലാണ് സീറ്റ് കവർ മൊത്തം ചെയ്തിരിക്കുന്നത്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. ആ ഓറഞ്ച് പാറ്റേണും ഒക്കെ ആയിട്ട്. അത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ നമ്മുടെ ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോർ സ്റ്റെപ്പുകളിൽ. അത് എന്തായാലും മനോഹരമായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി വണ്ടിയാണ്. സർവീസ് വാഹനമാണ്. അതിൽ 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം. വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ നെഗറ്റീവ്സോ ഒന്നും തന്നെ പറയാനില്ല. പിന്നെ എക്സ്ട്രാവിന്റെ കെയർ ഉണ്ടാവും. എക്സ്ട്രാവിന്റെ കെയർ ഉണ്ടാവും. സോ 100% ട്രസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. അപ്പൊ നമുക്ക് ഇത് ഓൺ റോഡ് എത്രയാണ് പ്രൈസ് വരുന്നത്? 6,35,000 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 6,35,000 രൂപ. ഈ ആ സോണറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുത്തൻ വണ്ടിയിലേക്ക് പോകുന്നതിന് പകരം നല്ല വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ദേ നമ്മുടെ കിയ സോണറ്റ് GT. അതും DCT വേരിയന്റ്, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. വെറും 9,114 കിലോമീറ്റർ, 2023 വാഹനം, സിംഗിൾ ഓണർ, കിടു വണ്ടി. കാരണം അടിപൊളി ഒരു സ്പോർട്ടി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഫീച്ചേഴ്സ് വൈസ് വരുന്ന ഒരു വാഹനമാണ്. അതുമാത്രമല്ല കസ്റ്റമർ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വാഹനമാണ്. 2023 ഒക്കെ റെയർ പീസാണ് കേട്ടോ. അതും 1 ലിറ്റർ 7 DCT GTX പ്ലസ് പോലുള്ളൊരു ബ്ലാക്ക് ഇങ്ങനൊരു വാഹനം കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ഓവർ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഇനി ആ ഒരു കിലോമീറ്റർ 9,000 കിലോമീറ്റർ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്രേ ഓടിയിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ അറിയാം. വാറണ്ടി കിടക്കുന്ന വാഹനമാണ്. വാറണ്ടി ഉണ്ട്, ഇപ്പോഴും കിടക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി എടുക്കാം അല്ലെ. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് വന്നിരിക്കുന്ന. ക്രൂസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. 17.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് 14.5 ലക്ഷമാണ്. 14.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും. അപ്പൊ എത്ര രൂപയുടെ ലാഭം വന്നെന്ന് നോക്കിയാൽ. അതുമല്ല ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് വരുന്നുണ്ട്, പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ബ്ലാക്ക് സ്പോർട്ടി ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ കിടു ഇന്റീരിയർ. ബോസിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ കാണാം. അതുപോലെ നോക്കിയ കസ്റ്റമറാണ് കേട്ടോ. അതുപോലെ നോക്കിയ കസ്റ്റമറാണ്. സ്ക്രാച്ചസ് പോലും പറയാനില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് നോക്കുന്ന ഒരു വാഹനമായിരുന്നു. അപ്പൊ ഇത് എത്ര രൂപയാണെങ്കിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും? 14,50,000 രൂപയാണ് ഞങ്ങളുടെ സെല്ലിംഗ് പ്രൈസ്. ഇത് ഓൺ റോഡ് പ്രൈസ് 17,50,000 രൂപ ഉണ്ട്. എത്ര രൂപയാണ് എന്റെ വ്യൂസ് എന്നാൽ കുറച്ച് തരും? ഒരു 10,000 കൂടി നമുക്ക് ഡിസ്കൗണ്ട്. 10,000. അതെ, മുനീർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീഡിയോ ചെയ്യാൻ വന്നാൽ നിന്റെ വ്യൂവേഴ്സ് വണ്ടി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ കുറച്ച് കൊടുക്കും. നിങ്ങളെ വിലയിൽ നിന്ന് നെഗോഷ്യബിൾ ആയിട്ട് വീണ്ടും ഒരു 10,000 രൂപ കുറയ്ക്കുന്നത്. അത് കണക്ക് കുറഞ്ഞ് മേടിച്ചോണം കേട്ടോ. കിയ സെൽറ്റോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ബ്ലാക്ക് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് കൺസെപ്റ്റിൽ വരുന്ന കിയ. ഇത് സെൽറ്റോസിൻ്റെ 1.5 ലിറ്റർ വരുന്ന വേരിയൻ്റ് ആണ് കേട്ടോ. 1.5 ലിറ്ററിൽ HTX ആണ് വരുന്നത്. അത് HTX പ്ലസ് ആണ്. 2022 13,870 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ പെട്രോൾ മാനുവൽ വേരിയന്റ് വരുന്ന വാഹനമാണ്. നോക്കുകയാണെങ്കിൽ സൂപ്പർബ് ആയിട്ടുണ്ട്. എല്ലാം എക്സ്ട്രാ അക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നമുക്കൊന്ന് നോക്കാം. വാവ്,
ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടെന്നുള്ളതാണ്. HTX പ്ലസ്സിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും, കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് എല്ലാം കസ്റ്റമർ നീറ്റ് ആൻഡ് ക്ലീൻ കിടിലം. സെൽറ്റോസ് അടിപൊളിയാണ്. എത്ര രൂപയാണെങ്കിൽ കൊടുക്കാൻ പറ്റും? ഇതിന്റെ പ്രൈസ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ. ലാസ്റ്റ് മച്ചാന്റെ വ്യൂസിന് എന്തൊക്കെ കൂടെ കുറയും? 14.25 ലക്ഷം രൂപ കൊടുക്കാം. 14.25 ലക്ഷത്തിന് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ പറയാനില്ല. പക്ക വാറണ്ടി 2028 വരെ വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ളതാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അപ്പം ലാസ്റ്റ് പ്രൈസ് ഒന്നുകൂടെ എന്ന് പറഞ്ഞേ 14.25. ഓക്കെ, വെരി ഗുഡ്. 14.25 2022 വാഹനം. നമുക്ക് ഈ വാഹനം 19 ലക്ഷത്തി സംതിങ് ഇപ്പോൾ പ്രസന്റ്ലി വിലയുണ്ട്. 19 ലക്ഷത്തി സംതിങ്ങിന് വിലയുള്ള വാഹനമാണ്. ജാസ് 1.2 ലിറ്റർ മാനുവൽ ആണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2015 വാഹനം. 28,518 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റീരിയറിന് അനുസരിച്ചിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അതിന്റെ സീറ്റ് കവർ ആയിട്ടൊക്കെ ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ അത് കാണുമ്പോൾ തന്നെ ഒരു കാർ കാണുമ്പോൾ അറിയാം എത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന കസ്റ്റമർ. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. ഫീച്ചേഴ്സ് വൈസ് എല്ലാം ഉണ്ട്. 5.6 ആണ്. നമുക്ക് ഈ വെഹിക്കിൾ ആക്ച്വലി ബുക്കിംഗിലാണ്, ബുക്ക്ഡ് ആണ് വെഹിക്കിള്. വെന്റോയിലേക്ക് വരാണെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഹൈലൈൻ സീരീസിൽ വരുന്നതാണ്. 2016 വാഹനം. വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പ്രീമിയം കൺസെപ്റ്റിന്റെ അടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഫോക്സ്വാഗന്റെ വാഹനം. എന്തായാലും ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബേജ് പാറ്റേണിൽ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ സിസ്റ്റം, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു വാഹനം. ആസ്കിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? വെറുതെ ബോഡി സ്ക്രാച്ചസ്, എന്തെങ്കിലും ഡാമേജസ്, അതുപോലെ എന്തെങ്കിലും ബാഡ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാനുണ്ടോ? ഹിസ്റ്ററി എല്ലാം പക്കയാണ്. എല്ലാം കമ്പനി സർവീസിലാണ്. 2016 ആണെങ്കിലും 70,000 കിലോമീറ്റർ സിംഗിൾ ആണ്. ഹൈലൈൻ ആണ്. എത്രയാണ് നിങ്ങളുടെ ചോദ്യം? നമ്മൾ ഫൈനലി 7.25 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 7.25. ഈ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് പറയുന്നത്. ഇതിനകത്തൊരു ഒരു നെഗോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് വരുമ്പോൾ ഇവർ പ്രത്യേകം കൺസിഡറേഷൻസ് തരും. നല്ലൊരു എമൗണ്ട് കുറച്ച് തരും. കുറയ്ക്കുവോ? ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഷബീർക്ക് ചെയ്യുമോ? നിങ്ങൾ കണ്ണുടച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പലയിടത്തും പോയി അങ്ങനെ കണ്ണുടച്ച് പോയി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ആഗ്രഹിച്ചിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത്. ഇത് വഴി കിടന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് ഒരു ബാക്കപ്പ് സപ്പോർട്ട്, കംപ്ലൈൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ട്രസ്റ്റി ആയിട്ട് വിൽക്കുന്നിടത്ത് മാത്രമേ എനിക്ക് വന്ന് വീഡിയോ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ മ്യൂസിക്കാന വീഡിയോകൾ അധികം ചെയ്യാറില്ല. പുതിയ വണ്ടിയുടെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല വാഹനം മാത്രമാണ്. നല്ലതിന് നമ്മൾ അത്യാവശ്യം പൈസ കൊടുക്കണം. പൈസ കൊടുത്തേ നമുക്ക് നല്ലത് മേടിക്കാൻ പറ്റും. നമ്മൾ 25,000 ഒക്കെ കുറഞ്ഞതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണിട്ട് വണ്ടി ഓടിയില്ല പിന്നെ എന്ത് ചെയ്യും? വല്ല കാര്യമുണ്ടോ? ആ 25,000 രൂപ കുറഞ്ഞ് കിട്ടിയത് നമ്മൾ 50,000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കും പണിയേണ്ടി വരും. അടുത്ത നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഡിസയർ BS4 എഞ്ചിൻ വരുന്ന 2018 19,700 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ വെഹിക്കിൾ ആണ്. അതുപോലെ ഇത് മാനുവൽ ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. മാനുവൽ ആണ്. സ്ക്രാച്ചസോ കാര്യങ്ങളോ ബോഡി ക്വാളിറ്റി എല്ലാം ഹൈ ഓക്കെ ആണ്. ഇവിടെ ഒരു ചെറിയ ചെറുതാണെങ്കിലും ഞാൻ പറയും. ഒരു പൊടിക്കിന് നെഗറ്റീവ് ആണെങ്കിൽ എന്റെ വീഡിയോകളിൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കും. അതാണ് നമ്മുടെ വീഡിയോ. അത്യാവശ്യം നീറ്റ് ആണ്. വേറെ അധികം ഡേറ്റി കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈനൽ ഒരു 6.25 ആസ്കിംഗ് പ്രൈസ്. നമുക്കൊരു സ്ലൈറ്റ്ലി നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. 6.25 ആണ്. ഒരു 6 ലക്ഷത്തിലേക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് ശ്രമിക്കാം. ഓണമായിട്ട് നിങ്ങൾക്ക് ഏത് വാഹനമാണോ നിങ്ങൾക്ക് വേണ്ട, ഏത് ബ്രാൻഡാണോ വേണ്ട, ആ ബ്രാൻഡിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന 2016 വേർണയാണ്. 45,741 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ മാനുവൽ ആണ്, പെട്രോൾ ആണ്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് തീമിലാണ്, ഒരു ഡുവൽ പാറ്റേൺ കളറിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി ORVM അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറെ നാളായി യൂസ് ചെയ്യുന്ന വീഡിയോസ് ഇപ്പൊ ചെയ്തിട്ട്, അതുകൊണ്ട് എന്റെ ടച്ച് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. സമയം കിട്ടാറില്ല. അപ്പൊ എത്രയാണ് നമുക്കിത്? നമുക്കൊരു 5.65 ആണ്. നമുക്ക് 5.65 ആണ്. അടുത്ത ഫോക്സ്വാഗൻ അമിയോ 1.2 ലിറ്റർ ആണ്. 2017 രജിസ്ട്രേഷൻ വരുന്ന 48,651 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്. മാനുവൽ ആണ്, പെട്രോൾ ആണ് വരുന്നത്. ഈ ഒരു വാഹനം നമുക്കൊന്ന് നോക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫോക്സ്വാഗൻ ഇറക്കിയേക്കുന്ന ഒരു വാഹനമാണ് അമിയോ അല്ലേ. അമിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റ് ഇന്റീരിയർ വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. അതുപോലെ കസ്റ്റമർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാധാ നോർമൽ സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ 4 ഡോർ പവർ വിൻഡോ. പ്രൈസ് റേഞ്ച് ഇട്ടേക്കുന്നത് ഹൈലൈൻ മോഡലാണ്. 17,48,000 ഓടിയ ഹൈലൈൻ മോഡലാണ്. പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 4.6 lakhs ആണ്. 4.6 lakhs. ഫോളോഡ് ഒരു ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് കുറച്ചുകൂടി നമുക്ക് ബൂട്ട് സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കിടിലൻ സെഡാൻ വെഹിക്കിൾ ആണ്.
നല്ലൊരു സെഡാൻ വെഹിക്കിൾ ആണ്. സെഡാൻ നോക്കുന്നവർക്ക് അമിയോയിലേക്ക് നോക്കാം. ഹ്യുണ്ടായി വെന്യൂ 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നതാണ്. ഇയർ 2021 വാഹനം. അതും ഫസ്റ്റ് ഓണർ 39,774 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. അതും ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വാഹനമാണ്. വെന്യൂ നോക്കുന്നവരാണെങ്കിൽ ക്ലാസ് വാഹനം ഒന്നും തന്നെ പറയില്ല. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ മാനുവൽ ആണ്. ടർബോ ആണ്. 1 ലിറ്റർ ടർബോ ആണ്. അതുപോലെ DCT ആണ്. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. കാല കൊണ്ട് കൊടുത്താൽ മതി. 1 ലിറ്റർ ഒന്നും വിചാരിക്കേണ്ട, വണ്ടി പറക്കും. അതാണ് DCT ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് DCT ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ സഫീർ. DCT കൺസെപ്റ്റിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് കാണണം. വണ്ടി കൊള്ളാം. വേറെ ബോഡി ക്വാളിറ്റി വൈസ് വേറെ ഒന്നും പറയാൻ തന്നെ ഇല്ല. എല്ലാ ഫീച്ചേഴ്സും അപ്ഡേറ്റഡ് ആണ്. അതായത് ഡിഫോഗൽ ലൈൻ വരുന്നുണ്ട്. ഡിഫോഗൽ ലൈൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ടർബോ ഒക്കെ നോക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ. ഫുൾ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അഴുക്കാവുന്നു, പെട്ടെന്ന് എന്താ പറയുക, ഈ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും വിശ്വസിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പോർട്ടി ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക് കൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ട് നൽകുന്ന ഒരു വാഹനം. ഇലക്ട്രിക്കലി ഓർവിയും അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ ക്രൂസ് കൺട്രോൾ സിസ്റ്റം, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വെന്യൂവിന്റെ ടർബോ 1 ലിറ്റർ വരുന്നത്. ഇതിന്റെ പ്രൈസ് കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. ഇതിന്റെ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്തേക്കുന്നത് 9.35 lakhs. 9.35 lakhs. ഡൗൺ പേയ്മെന്റ് എത്ര രൂപയിലാണ്? 1.25 to 1.5 lakhs. എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടോ? റീസെന്റ് ഒരു കംപ്ലൈന്റും ഇല്ല. എല്ലാം ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 2021 മോഡലും കൂടെയാണ്. 1 മോഡലാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാം ഞങ്ങൾ ഇങ്ങനെ പോസിറ്റീവ് മാത്രമേ പറയില്ല, നെഗറ്റീവ് വരുമ്പോൾ പറയും, ഉറപ്പായിട്ടും പറയും. റസ വിറ്റാരയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 2018 വാഹനമാണ്. 49,191 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. വേറെ ബോഡി ക്വാളിറ്റി എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും ചെറിയ ഡോറിലൊക്കെ ഉള്ള ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവിടെ ചെറിയ സ്ക്രാച്ചസ് വരുന്നുണ്ട്. ആ ഒരു സെക്ഷനിൽ ചെറിയത് ആരോ താക്കോൽ കൊണ്ടൊന്ന് വരച്ചു വിട്ടേന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ചസ് അവിടെ സമയത്ത് ഇങ്ങനെ അതെ അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ പറയും. ബ്ലാക്ക് ആണ്. ഫുൾ സീറ്റ് കൺസെപ്റ്റ് എല്ലാം ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോർ മാറ്റ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 2018 ഈ ഒരു ലുക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. വേറെ ഇടി കിട്ടാതിരുന്നാൽ മതി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നത്. എത്രയാണെന്ന് നമുക്ക് 8.60 lakhs. 8.60. കുറച്ച് കുറയ്ക്കേണ്ട മനുഷ്യൻ നിങ്ങൾ. കുറച്ച് കൊടുക്കും നമ്മൾ. ഇവര് വിളിക്കണം നിങ്ങളെ. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. അടുത്ത ഫോക്സ് വാഗന്റെ ടൈഗൂൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈഗൂൺ GT പ്ലസ് ആണല്ലേ വരുന്നത്. GT പ്ലസ് 1.5 ലിറ്റർ എഞ്ചിന് വരുന്ന ഒരു വാഹനമാണ്. 2022 വാഹനം. 32,507 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ്. ടയർ ഭാഗം ഒന്നും ഞാൻ വലുതായിട്ട് പറയാത്തതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ. എന്തെങ്കിലും നെഗറ്റീവ്സ് കാണുമ്പോൾ മാത്രമേ എടുത്ത് പറയാം. അപ്പോൾ ഫോക്സ് വാഗന്റെ ടൈഗൂൺ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് 2022 വന്ന നല്ല പ്രൈസിങ് കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഫോക്സ് വാഗന്റെ ഒരു വാഹനം നോക്കുന്നവർക്ക് ഇപ്പോൾ സെക്കൻഡ് നോക്കാം. ധൈര്യമായിട്ട് നമുക്ക് എവിടെ നിന്ന് കണ്ണുപൂട്ടി എടുക്കാൻ പറ്റും അങ്ങനെയുള്ളത് നമുക്ക് എടുക്കാം. അതല്ലേ ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. ആ വണ്ടിയുടെ പുത്തൻ ഫ്രഷ്നെസ് മണം ഇപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇന്റീരിയർ കൺസെപ്റ്റ് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 99% അടിപൊളി ഇന്റീരിയർ. ക്രൂസ് കൺട്രോൾ സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി ORVM അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അടിപൊളി കൊള്ളാം. ഇനി പ്രൈസ് കൂടെ കേട്ടാൽ ഞാൻ തൃപ്തിയാവും. ഓട്ടോമാറ്റിക് GT നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്നത് 1.5 ലിറ്റർ പറക്കും. 16.90 lakhs. 16.90 lakhs. 16,90,000 രൂപ. മലയാളത്തിലൂടെ നമ്മൾ പറയണം എന്നല്ലെങ്കിൽ അവർ ഇന്ന് ഞെട്ടിയാലോ. 16,90,000 രൂപ. അപ്പൊ നമുക്ക് വില കുറയും. നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. ഉറപ്പല്ലേ? ഓണമാണ് രാമൻകുട്ടി. സദ്യ ഉണ്ണണ്ടാണ്. സദ്യ ഉണ്ണുമ്പോൾ കാറിൽ പോയി വേണം സദ്യ ഉണ്ണാൻ കേട്ടോ. പഞ്ച് 1.2 ലിറ്റർ 2022 5,339 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ വേരിയന്റ് വരുന്നതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏതെങ്കിലും പ്രവാസി സുഹൃത്തുക്കൾ തന്നെയാണ് എടുത്തിട്ട് പെട്ടെന്ന് കൊടുത്തത്. അത്യാവശ്യം NRI ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബ്ലാക്ക് ആണ് ഇന്റീരിയർ വന്നിരിക്കുന്നത്. അഡ്വഞ്ചർ സീരീസ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല. നോർമൽ സീരീസ് ആണെന്ന് തോന്നുന്നു വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് ഫാബ്രിക് ആണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല അഡീഷണൽ ആയിട്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, അഡ്ജസ്റ്റബിൾ മിററും കാര്യങ്ങളും ഒക്കെ വരുന്നു. ടയർ ഭാഗം നോക്കണമെങ്കിൽ പുത്തൻ ടയർ 5,000 കിലോമീറ്റർ ഓടിയ ടയറാണ് കിടക്കുന്നത്.
അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. 5000 കിലോമീറ്റർ ഓടിയ ടയറാണ്. അപ്പോൾ കിലോമീറ്റർ തിരുത്തൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ നെക്സ്റ്റ് ഡ്രൈവിലില്ല. അതുകൊണ്ടാണ് അതെടുത്ത് പറയാത്തത്. എത്രയാണെങ്കിലും ഇറങ്ങും. ഇത് ഫൈനൽ നമുക്ക് 6,65,000 ഉണ്ട്. 6,65,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ഫസ്റ്റ് VDI ആണ് വരുന്നത്. ഡീസൽ വെഹിക്കിളാണ് 2018 ഈ ഒരു വാഹനം വരുന്നത്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന 59,739 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പം സ്വിഫ്റ്റ് VDI നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അല്ല കിടിലൊരു ഐറ്റം കിടക്കുന്നുണ്ട്. പഴയ സ്വിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് സ്പോർട്ടി ലുക്കിൽ വന്നിരിക്കുന്ന ഇൻറ്റീരിയർ ആണ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കസ്റ്റമർ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്ന് അറിയാം. ഒന്നും പറയാനില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയർ, പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഇത് നമുക്ക് എത്രയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങും. ഇതാണെന്നുണ്ടെങ്കിൽ ഫൈനൽ നമുക്ക് 7,10,000 രൂപയ്ക്ക് നമുക്ക് ഇറങ്ങാം. 7,10,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് VDI ഇറക്കാൻ പറ്റും. ഹോണ്ട സിറ്റി 1.5 ലിറ്റർ 2019 കിലോമീറ്റർ, വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പിന്നെ പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പം ഹോണ്ട സിറ്റി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കാം. നല്ല ഒരു വാഹനം. പക്ഷേ ഇവിടെ കുറച്ച് സ്ക്രാച്ചസുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ജിഞ്ചിൻ ടാക്കറി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ആര് ചെയ്ത പരിപാടിയൊക്കെ ഇത്? അതെ, വണ്ടി വന്നിട്ട് ഇപ്പോൾ ഒരു 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം അല്ലേ? അതിങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇവിടെ ഡോറ് മാറി എന്നൊക്കെയുള്ള പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ പ്രസന്റ് കണ്ടീഷൻ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി അവിടെ തട്ടിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പരാതി വരരുത്. വളരെ ലോ കിലോമീറ്റർ ആണ്. വളരെ ലോ കിലോമീറ്റർ ആണ്. അതുകൊണ്ട് അതിന്റെ കവർ പോലും അടിച്ചിട്ടില്ല. ഇത്രയോ വണ്ടി സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആ കവർ പോലും ഊരിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ? ഇതാണ്ട് ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വാഹനമാണ്. ബേജ് പാറ്റേൺ, ഫ്ലോർ മാറ്റ് വരെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, അതുപോലെ ക്രൂസ് കൺട്രോൾ സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എല്ലാ സംഭവങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്തില്ലാന്ന് ചോദിച്ചാൽ മതി. എത്ര രൂപയാണെങ്കിൽ ഇറക്കും? 9.60 lakhs. റൗണ്ട് ചെയ്തൊരു 930 തരുമോ? 10,30,000 രൂപ കുറച്ച് തരും ഒറ്റയടിക്ക്. അറിയാനൊരു ആഗ്രഹം, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാ. വീണ്ടും കുറയും. അപ്പം ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. ഫോർഡ് എക്കോസ്പോർട്ട് 1.5 ലിറ്റർ ടൈറ്റാനിയം വേരിയന്റ് ആണ്. 2017 71,583 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. മാനുവൽ, അതും ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഇനി ഫോർഡ് എക്കോസ്പോർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. വേറെ ഒന്നും പറയാനില്ല. ഡിഫോഗൽ ലൈൻ വരുന്നുണ്ട്. ബാക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. ടൈറ്റാനിയം മോഡലാണ്. ബാക്ക് വൈപ്പേഴ്സ് കാര്യങ്ങൾ. ഇവിടെ ഒരു ചണക്കുണ്ട്, തട്ട് കിട്ടിയാണ്. ചെറിയ ബൈക്കുകാരൻ കൊണ്ടുവന്ന് കയറ്റിയാണ്. കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് ബൈക്കുകാരൻ്റെ ഇടിയാണെന്നുള്ളത്. ഡീസൽ വാഹനമാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. നല്ല ഇന്റീരിയർ അടിപൊളി കേട്ടോ. നല്ല രീതിയിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ തോന്നുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോ പവർ വിൻഡോ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വാഹനമാണ്. എത്ര രൂപയാണെങ്കിൽ ഇറങ്ങും? ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7.25 lakhs. 7.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർഡ് എക്കോസ്പോർട്ട് വാഹനമാണ്. റൗണ്ട് ചെയ്ത് 7 ലക്ഷം രൂപ ആക്കാൻ പറ്റും. മച്ചാൻ പറഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം, മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. വേണ്ട രീതിയിൽ അവർ ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് കമ്മീഷനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അവരത്രയും കുറച്ച് തരും. കാരണം നമ്മളെ വീഡിയോ വഴിയാണ് വന്നതെന്ന് ഉള്ളൊരു കൺസെപ്റ്റിൽ അവർ കുറേ. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, എൻ്റെ വീഡിയോ കണ്ട് വന്നാൽ വില കുറച്ച് കൊടുക്കാമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തു തരാം. അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. കാരണം ഇവരുടെ അടുത്ത് എനിക്ക് കാറുകളോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടും ഞാൻ ഈ യൂസ്ഡ് കാറുകൾ തേടി ഒരുപാട് വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മുടെ സഫീർക്കടുത്തും മുനീർക്കടുത്തും ഓടി വരുന്നത്. അടുത്ത ഫോക്സ്വാഗൻ പോളോ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ MPI ട്രെൻഡ് ലൈൻ ആണ് വരുന്നത്. 2019 വണ്ടി, 34,791 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോളും മാനുവൽ വേരിയന്റ് ആണ് വരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നീറ്റാണ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബോഡി ക്വാളിറ്റി വൈസ് കൊള്ളാം. വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് സ്റ്റോക്ക് കണ്ടീഷൻ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന ഇന്റീരിയർ സീറ്റ് കവേഴ്സ് ഒക്കെയാണ്. കൊള്ളാം. ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ വരുന്നുണ്ട്. ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. പൈനിയറിന്റെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് കസ്റ്റമർ ചെയ്തിട്ടില്ല. ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ഇത് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം? 6,80,000 രൂപയ്ക്ക് നമുക്ക് 6,80,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. 6,80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഹ്യുണ്ടായി സാൻഡ്രോ 1.1 ലിറ്റർ മാഗ്ന വേരിയന്റ് ആണ്. 2019 27,109 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ്. അതും
ട്രിവാൻഡ്രം വണ്ടിയാണ് അല്ലേ? അതെ, KL ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്ക് 27,000 ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്, നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വേറെ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് AC, ഇതൊക്കെ തന്നെയാണ്. വെരി നത്തിങ് സ്പെഷ്യൽ. സഫീർക്ക് എത്ര ചോദ്യം? അത് നമുക്ക് 4.5 lakhs. 4.5 lakh, 4,50,000 രൂപ. നെഗോഷ്യബിൾ അല്ലേ? നല്ലൊരു എമൗണ്ട് ഓണമായിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യല്ലോ, ഓണം ഓഫറുകളൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ, ഗിഫ്റ്റുകളൊക്കെ കൊടുത്തില്ലേ വാഹനം കൊടുക്കത്തുള്ളൂ ഇല്ലേ? ഫോർഡ് ഫ്രീ സ്റ്റൈൽ 1.2 ലിറ്റർ ട്രെൻഡ് ആണ്. 2019 79,412 കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ് കേട്ടോ വരുന്നത്. പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ്. ഈ ബമ്പർ സൈഡൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് എടുത്ത് പറയാൻ. വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ? ഇല്ല, എടുത്ത് പറയേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. ഒരു ബ്ലാക്ക് സ്പോർട്ടി ഫീൽ, ഒരു ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ആ ഒരു സീറ്റ് കവർ ഇന്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല എന്താ പറയുക, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്, ഫ്ലോർ മാറ്റ് കസ്റ്റമർ ചെയ്യുന്നുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ, പെർഫെക്റ്റ്. എത്ര രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? 4.6 lakhs. 4.6 lakhs ആണ്. ടിയാഗോയുടെ XZ 1.2 ലിറ്റർ വേരിയന്റ് ആണ് വരുന്നത്. 2017 രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനം 25,158 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. വണ്ടി നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ വളരെ മൈനർ, ചെറുതായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഡോറിന്റെ സൈഡിന്റെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് റബ്ബ് ചെയ്തെടുത്താൽ അടിപൊളിയാവും. ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. ബ്ലാക്ക് ഇന്റീരിയറിൽ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നീറ്റാണ് വാഹനം. ഇന്റീരിയർ വൈസ് കൊള്ളാം. സ്പീക്കേഴ്സ്, സൗണ്ട് സിസ്റ്റം എല്ലാം വരുന്നൊരു വാഹനമാണ്. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. എത്രയാണെങ്കിൽ ഇറങ്ങും? നമുക്ക് 5,10,000 രൂപ. 5,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. നമുക്ക് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. ഹ്യുണ്ടായി i10 നോക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അതുപോലെ i10ന്റെ നിയോസ് വേരിയന്റിൽ 1.2 ലിറ്ററിൽ കാപ്പ മാഗ്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 2022 വെറും 14,248 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ്, ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ, ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ്. ലേഡീസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വെറും 14,000 സംതിങ് കിലോമീറ്റർ ഓടി ഈ വാഹനം നോക്കാം. സ്മാർട്ട് ആട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് തീമിലാണ് മൊത്തം വന്നിരിക്കുന്നത്. ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള കസ്റ്റമറാണ്. ഫസ്റ്റ് ഓണർ ആയതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടിയെടുക്കാം. പിന്നെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി ഓറിയും അഡ്ജസ്റ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോളിംഗ് ഫെസിലിറ്റീസ്, കോൾ കണക്റ്റിംഗ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും, അതുപോലെ i10 നോക്കുക. നല്ല വാഹനമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, അടിപൊളി വണ്ടി കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. i10 നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. എത്രയാണ് പ്രൈസ് കൂടെ പറഞ്ഞത്? 6,90,000 രൂപ. 6,90,000 രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് എത്രയാണെങ്കിലും ഇറങ്ങും. നമുക്കൊരു ഇത് ഒരു 6,75,000 80 ആ റേഞ്ചിൽ നമുക്ക് 80,000 നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റും. അതുപോലെ ഡൗൺ പേയ്മെന്റ് ചെറിയ അടവിൽ തന്നെ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. എത്തിയോസ് 2017 വാഹനമാണ്. വെറും 51,646 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ്. റെഡ് കൺസെപ്റ്റിൽ വരുന്ന വണ്ടി കൊള്ളാം. നീറ്റ് ആൻഡ് ക്ലീൻ, ബോഡി വൈസ് ക്വാളിറ്റി അടിപൊളിയാണ്. സ്ക്രാച്ചസ് ഒന്നും തന്നെ പറയാനില്ല. ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടാൻ ഇനിയും ടയർ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബാക്ക് സെക്ഷനും എല്ലാം അടിപൊളി. ഇൻറ്റീരിയറൂടെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൂപ്പർ ഇൻറ്റീരിയർ, പുത്തൻ സീറ്റ് കവർ, പുത്തനിട്ട് ഒരു ഫീല്, ആ ഒരു പുത്തൻ കൺസെപ്റ്റിലിരിക്കുന്നു. കൊള്ളാം. എത്രയാണെങ്കിൽ ഇറങ്ങും? നമുക്ക് 5.85. 5,85,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് ഈ എത്തിയോസിന്റെ. 2018 മോഡൽ, 82,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഞങ്ങൾ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന പ്രൈസ് 34,50,000 രൂപയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, 34,50,000 രൂപ. 34,000 നിങ്ങളുടെ ചോദ്യം അല്ലേ? അടുത്ത ആനക്കുട്ടി പറ. ഇത് 2019 മോഡലാണ്. 2019 സിംഗിൾ ഓണർ. ഇതുപോലെ തന്നെ എടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ റോഡിന്റെ അവസ്ഥ വെച്ച് ഫ്ലൈറ്റ് ഇരുന്ന് പോകണൊക്കെ പോവാ. ഓക്കെ, അതും വേറെ സാധാ ഫ്ലൈറ്റ് അല്ല, ഇൻഡിഗോ ഒന്നും അല്ല. ഒരു പ്രീമിയം വാഹനം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൊയോട്ടയുടെ ഒരു പ്രീമിയം തന്നെയാണ് ഇത്. ഫോർച്യൂണർ. ഓക്കെ, ഫോർച്യൂണർ നമുക്കിത് 4x4 ആണ്. ഇത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ല. അത് 4x4 ആണ്. 4x2 ആണ്. 4x2 ആണ്. 4x4 തന്നെയാണ്. ഇത് 4x4 ആണ്. 4x4 ആണ്. ഇത് ഏതാണ്? ഇതും 4x4 ആണ്. 4x4 ആണ്. 2019 ആണ്.
47,000 സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് ഡീസൽ വരുന്ന വാഹനമാണ്. ഇതിന് നമ്മളിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 37,50,000 രൂപയാണ് ഇതിന്റെ ചോദ്യം വരുന്നത്. പ്രീമിയം ഫിനിഷ് ഇപ്പോഴും ആ വാഹനത്തിലുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു കംപ്ലൈൻസ് ഒരു നെഗറ്റീവ്സും പറയാനില്ല. ഇന്റീരിയർ കണ്ടിട്ട് എല്ലാ ഫീച്ചേഴ്സും നമ്മളെ ഇതിന് വരുന്ന എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. ഇനി ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, എല്ലാ സംഭവം ഉണ്ട്. എത്ര വേണേ കൊടുക്കും. ഞങ്ങളുടെ ഇവിടെ നിന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഷോറൂമിലാണ് അതായത് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മെക്കാനിക് വന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നുണ്ട്. എത്രയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി ലാസ്റ്റ് 37,500,000 രൂപ. 37,500,000 രൂപയാണ് ഇതിന്റെ ചോദ്യം വരുന്നത്. 37,500,000 അടുത്തതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും പുതിയ ജനറേഷനാണ്. 2022 മോഡലാണ്. 2022 മോഡലാണ്. 4.2 ആണ്. 4x2 ആണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. KL01 രജിസ്ട്രേഷനുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് 43 ലക്ഷം. 43 ലക്ഷം. ഇയർ പറഞ്ഞത് 2022. 43 ലക്ഷം രൂപ. കുറയും, നെഗോഷ്യബിൾ ആണോ? മാക്സിമം ഉള്ള റേറ്റ് ആണ്. എന്തെങ്കിലും മാക്സിമം മച്ചാന്റെ വ്യൂവേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 2014 മോഡലാണ്. 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 63,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ TRD കിറ്റൊക്കെ ചെയ്തേക്കുന്ന വാഹനമാണ്. കിറ്റ് ഫ്രണ്ട് ബമ്പർ ഓവർലോഡ് കിറ്റൊക്കെ കയറിയിട്ടുണ്ട്. ഫുൾ ലോഡഡ് ആയിട്ടുള്ള സീറ്റ് കവറും ഇൻഫോ എന്റർടൈൻമെന്റ് സിസ്റ്റം എല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. 20,50,000 രൂപയാണ് വരുന്നത്. 20,50,000 രൂപയ്ക്ക് നമുക്കൊരു കിടിലം ഇതിവിടെ കിടക്കും. ആന വണ്ടി കെട്ടും. ഫോർച്യൂണർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ലോ ബഡ്ജറ്റിൽ നമുക്ക് ഹെവി ലോഡഡ് വാഹനമാണ്. ഹെവി ലോഡഡ് ആണ്. എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഇറങ്ങും? മച്ചാന്റെ വ്യൂസിന് ഇത് 20,25,000 രൂപയ്ക്ക് കൊടുക്കാം. റൗണ്ട് ചെയ്തങ്ങ് ആക്കി 20 അവർ എടുക്കാൻ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് തോന്നും. ഈ വാഹനത്തിന് മാത്രം 20 lakhs നമ്മൾ ഫൈനലി. ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഒരു കിട്ടിലം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം തന്നെയാണ് എക്സ്ട്രൈവ്. കാരണം ഇവരുടെ ഇന്നും ഇന്നലെയും തുടങ്ങിയ വീഡിയോ അല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല. ആരെങ്കിലും പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ പ്രദേശത്തോട്ട് വരത്തില്ല. ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോകൾ നിർത്തി, യൂസ്ഡ് കാറേ നിർത്തി, വെറുത്തുപോയി. ഞങ്ങളുമായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് കാരണം ഒരു കംപ്ലൈന്റ് വരുന്നില്ല, നിങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. 2015 മോഡലാണ്. 2015 മോഡൽ. അതെ, 2015 1,43,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഓക്കെ. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് 20 ലക്ഷമാണ്. 20 ലക്ഷം രൂപയാണ്. ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് ഡീസലാണ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓണർഷിപ്പ് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം. സെക്കൻഡ് ഓണറാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയെല്ലാം സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. 3 വാഹനങ്ങൾ നമ്മൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. ഒരു ഫോർച്യൂണർ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പും ഒരെണ്ണം തേർഡ് ഓണർഷിപ്പിലും വരുന്ന വാഹനമാണ്. ക്രിസ്റ്റ 2.8 ലിറ്റർ ZX ആണ് വരുന്നത്. 2016 എത്ര കിലോമീറ്റർ? 88,000 കിലോമീറ്റർ. 88,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? തേർഡ് ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ. ഇത് എത്രയാണ് നിങ്ങളുടെ ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് 20,50,000 ആണ്. 20,50,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് അല്ലേ? എല്ലാ വാഹനങ്ങൾക്കും ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ. 2017 ഇന്നോവ ക്രിസ്റ്റ 79,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ഡീസൽ മാനുവൽ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. എത്രയാണ് നിങ്ങളുടെ ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 16,50,000. 16,50,000. കണ്ട വണ്ടികൾ ഈ വണ്ടിയുടെ ബാക്ക് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് തട്ടി കിട്ടിയിട്ടുണ്ടോ ബാക്കിൽ? അതെ. ഒരു ചെറിയ ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അതായത് അതിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബാക്ക് ഡിക്കി ഗ്ലാസ്. ഇന്റീരിയർ ഒക്കെ അടിപൊളി, നീറ്റ് ആൻഡ് ക്ലീൻ, സൂപ്പർ. ഒരു ഫ്രഷ്നസ് വണ്ടിയിലുണ്ട്. നല്ല കസ്റ്റമർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമുക്ക് ലാസ്റ്റ് അപ്പം തട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈസ് കുറയുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ ഒരു പ്രൈസിന് നമുക്ക് ഇറക്കാൻ പറ്റി, പറഞ്ഞ പ്രൈസിന്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എടുത്ത് പറയും. എല്ലാം ഡോർ സ്റ്റെപ്സ്, കാര്യങ്ങൾ, എക്സ്ട്രാ ആക്സസറീസ് എല്ലാം ചെയ്ത വാഹനമാണ്. ഓക്കെ. അടുത്ത ടൊയോട്ട 1.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ലോഡഡ് ഉള്ള വാഹനമാണ്. സീറ്റ് കവർ എല്ലാം പുതിയ സീറ്റ് കവർ, കാര്യങ്ങൾ. ക്രിസ്റ്റ 2.4. ഇത് ഏറ്റവും പുതിയ ജനറേഷൻ ഉള്ളതാണ്. 2021 മോഡലാണ്. 2021 മോഡൽ. 82,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. GX ഓട്ടോമാറ്റിക് എന്നുള്ള വാഹനമാണ്. GX ഓട്ടോമാറ്റിക് ആണ്. ഇത് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 23 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. 23 ആണല്ലേ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ ആ ഒരു ഷോറൂം കണ്ടീഷനാണ്. ഷോറൂം കണ്ടീഷനിൽ തന്നെയാണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും ബാഡ് ഹിസ്റ്ററി, എന്തെങ്കിലും സംതിങ്? ഒന്നുമില്ല. അപ്പോൾ അടിപൊളി.
അപ്പോൾ ഇന്നോവയുടെ ഒരു സീരീസ് മൊത്തം നമ്മൾ പരിചയപ്പെടുത്തി. ബെൻസ് സി ക്ലാസ് സീരീസിൽ വരുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. 2012 അല്ലേ, 2012 C250 CDI വരുന്ന വാഹനം. കിലോമീറ്റർ 56,800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം, ഓട്ടോമാറ്റിക് ഡീസൽ. സോ വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇത് ഡൽഹി റീ രജിസ്ട്രേഷൻ ആണ് അല്ലേ? റീ രജിസ്ട്രേഷൻ ആണ്, ഡൽഹിയാണ്. അപ്പൊ നമ്മളെ ഈ ചോദിക്കുന്ന പ്രൈസ് കേരള രജിസ്ട്രേഷനിൽ ആക്കുന്ന, ഇത് കേരള രജിസ്ട്രേഷൻ ആക്കിയതാണ്. ഇത് ഓക്കെ. അപ്പൊ ഇത് കേരള രജിസ്ട്രേഷൻ ആയ 2012 വാഹനമാണ്. അപ്പൊ കംപ്ലൈന്റ്സ് നെഗറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. ബോഡി ക്വാളിറ്റി വൈസ് എല്ലാം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സർവീസ് ഹിസ്റ്ററി എല്ലാം. ബെൻസ് എന്നൊരു പ്രീമിയം സെഗ്മെന്റ് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഇന്റീരിയർ കൂടെ ഒന്ന് കാണാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബേജ് പാറ്റേണിൽ ഒരു പ്രീമിയം ഫിനിഷിൽ ആ ഒരു പ്രീമിയം ഫിനിഷ് ഇപ്പോഴും നിലനിൽക്കുന്ന രീതിയിലാണ് ഇന്റീരിയേഴ്സ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബാക്കി ഞാൻ ബെൻസിൻ്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ. പനോറമിക് സൺറൂഫ് തൊട്ട് എല്ലാ കാര്യങ്ങളും വരുന്നത് ആ ഒരു സീരീസിൽ 2012 ഇറങ്ങിയ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത്. എത്രയാണെങ്കിലും ഇറക്കാം. ലാസ്റ്റ് 12,75,000 രൂപ. 12,75,000 രൂപ. ലാസ്റ്റ് എൻ്റെ വ്യൂസ് ഒന്ന് എന്തെങ്കിലും 12.5 ലക്ഷം രൂപ. എനിക്കാണെങ്കിൽ എത്ര രൂപ? ഞാനൊരു പ്രീമിയം വാഹനം എടുക്കണമല്ലോ. ഉറപ്പായിട്ട് ഞങ്ങളുടെ തന്നെ എടുക്കണം. സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയിട്ട് ഒരു ജാഗ്വർ പ്രൈസ് തരാം. ജാഗ്വർ തരും. അതെ, അടിപൊളി. സ്പെഷ്യൽ മച്ചാന്റെ വ്യൂസിന് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് ജാഗ്വർ. 19.5 ലക്ഷം രൂപയ്ക്ക് 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. വെറും 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ മാത്രമേ ഓടി. ഇത് ഈ ചെന്നിറങ്ങുമ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഇല്ലേ? അടിപൊളിയാണ്. അപ്പൊ KL02 കൊല്ലം വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കൊല്ലം വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓടിയ 2014 ജാഗോറിന്റെ ചോദ്യം എത്രയാന്ന് പറഞ്ഞത്? 19.5 ലക്ഷം രൂപ. 18 ലക്ഷത്തിന് തരാൻ പറ്റും. എന്റെ വ്യൂസ് വന്നാൽ 19 ലക്ഷം പറയണം, നമ്മുടെ വ്യൂവേഴ്സ് ആണെന്ന് പറയണം. അപ്പൊ ജാഗ്വർ കിടപ്പുണ്ട്. BMW 320D ആണ്, അതും GT ആണല്ലേ? GT ആണ്, 320D GT. 2016 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പിൽ ഡൽഹി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് ഡീസലിൽ വരുന്ന ഈ ഒരു വാഹനം GT. അത് കണക്ക് തന്നെ GTയിൽ ഈ ഒരു 3 സീരീസ് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം M5ന്റെ കിറ്റൊക്കെ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ്. പനോറമിക് സൺറൂഫ് കാര്യങ്ങൾ, BMന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സീരീസാണ് ഈ BMW 3 സീരീസ്. ലക്ഷറി സൂപ്പറാണ്, കാണാനും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ കിടു. പ്രൈസ് ഭാഗം ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഞാനും ഒന്ന് നോക്കും. 21 ലക്ഷം രൂപയ്ക്ക് തരാം. അതിപ്പോൾ നമുക്ക് കേരള ആക്കി തരാനാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ? ഒരു 24 ലക്ഷം രൂപ. 24 ലക്ഷം രൂപ വരും ഈ ഒരു വാഹനം കേരള ആക്കി നമുക്ക് കിട്ടും. അതായത് ഇത് ഇപ്പോൾ ഡൽഹി വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്താണ്ട് വിശ്വസിച്ചെടുക്കാം. വാറന്റിയോ സർവീസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുന്നു? സർവീസ് വാറന്റി ഇല്ല. 2018 ശേഷമുള്ള വാഹനങ്ങൾക്ക് നമ്മൾ സർവീസ് വാറന്റി കൊടുക്കുന്നില്ല. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഡൽഹി വാഹനം എങ്ങനെ നിങ്ങളുടെ നിന്ന് വിശ്വസിച്ചെടുക്കും? ഞങ്ങൾ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് BMW ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി ചെക്ക് ചെയ്യാം. സർവീസ് സെന്ററിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം നമ്മൾ എടുത്താൽ കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന് വരുന്ന അടുത്ത GLA സീരീസിൽ വരുന്ന 200D ആണ്. നമ്മളെ 2016 48,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം, ഓട്ടോമാറ്റിക് ഡീസൽ. ബെൻസിൻ്റെ സീരീസ് നോക്കുന്നുണ്ടെങ്കിൽ GLA ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നല്ല ഭംഗിയുണ്ട്, കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഇപ്പോഴും ആ ഒരു പ്രീമിയം, ആ ഒരു ഫ്രഷ്നെസ് വണ്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. എത്രയാണെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് വന്നാൽ തരും? ഈ വാഹനം 25 ലക്ഷം രൂപയാണ് ഞങ്ങൾ ഫൈനലായിട്ട് ചോദിക്കുന്നത്. 25 ലക്ഷം രൂപ നിങ്ങളെ ഫൈനൽ റേറ്റ്. കേരള വണ്ടിയാണ്. കേരള വണ്ടി ചോദിക്കുന്നത് 25 ലക്ഷം രൂപ. എൻ്റെ വ്യൂവേഴ്സ് വന്നാൽ എത്ര കുറയും? ഒരു 50,000 രൂപ കുറച്ച്. 50,000 24,50 നമുക്ക് നടക്കും. അടുത്ത BMWൻ്റെ X1 S Drive വരുന്ന 2017 48,000 സംതിങ് കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർ വരുന്ന വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ BMWയുടെ ഈ ഒരു സീരീസ് X1 സീരീസ് നോക്കുന്നവർക്കാണെങ്കിൽ നോക്കാൻ പറ്റുന്നൊരു വാഹനം. നെഗറ്റീവ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. 4 പുത്തൻ ടയറുകളോടുകൂടി എല്ലാ സർവീസും എല്ലാം പ്രോപ്പറായിട്ടുള്ള വാഹനമാണ്. എത്രയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ 27 lakhs ആണ് ഞങ്ങൾ. 27 lakhs 27 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ. പനോരമിക് സൺറൂഫ് വരുന്ന വാഹനമാണ്. 27 ലാസ്റ്റ് ഫൈനൽ. എൻ്റെ വ്യൂസ് ഒന്ന് വീണ്ടും കുറയും. ഒരു 26 ലക്ഷം രൂപയ്ക്ക്. 26 വീണ്ടും 50,000 രൂപയുടെ ഡിസ്കൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്ന് സംസാരിക്കുക. ടാറ്റ നെക്സോൺ സീരീസിൽ 1.2 ലിറ്റർ 2022 29,000 കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനം നമുക്ക് എത്ര രൂപയാണെങ്കിൽ ഇറക്കാം?
ഈ വാഹനം 7,30,000 രൂപ. 7,30,000 രൂപ. ഹ്യുണ്ടായി ഓറ ആണെങ്കിൽ 1.2 ലിറ്റർ ക്രാപ്പ എസ് വേരിയന്റ് ആണ്. 2023 വെറും 1705 കിലോമീറ്റർ. ആരെ വേണമെങ്കിലും കൊണ്ട് അതാണ് ഇവിടുത്തെ 100%. 1 കിലോമീറ്ററും തിരുത്താത്ത വാഹനം. എന്തിന് ടയർ നോക്കി അറിയാലോ, സ്റ്റെപ്പിന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേപോലെ തന്നെ കിടക്കുകയാണ്. വെറും 1700 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. എക്സ്ട്രാ ഒരു കാരണവശാലും കള്ളത്തരം പറയില്ല. കാരണം വർഷങ്ങളായിട്ട് ഒരുപാട് കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി എടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി എടുക്കാം. നിങ്ങൾ ഈ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എത്ര രൂപ ഒന്നുകൂടെ കുറച്ച് 6,80,000 രൂപ, 6,70,000 രൂപയ്ക്ക് മച്ചാൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാം. ഓൾമോസ്റ്റ് ഞങ്ങൾ ചെറിയ വണ്ടികൾ പരിചയപ്പെടുത്തി എല്ലാം 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത നമുക്ക് ബലേനോ സീറ്റ വേരിയന്റ് ഓട്ടോമാറ്റിക് പെട്രോൾ 2018 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. എത്ര രൂപയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇത് ഞങ്ങൾ 7 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ പ്രൈസ് വരുന്നത്. ഓക്കെ. മച്ചാൻ്റെ വ്യൂവേഴ്സിന് ഒരു 6,80,000 രൂപയ്ക്ക് 20,000 രൂപ കുറച്ച്. ഇത് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഞങ്ങൾ ഫസ്റ്റ് ഓണർഷിപ്പിൽ ഒരു കസ്റ്റമറിന് കൊടുത്ത വാഹനമാണ്. ഓക്കെ. 1 ഇയർ കഴിഞ്ഞ് പുള്ളി നമുക്ക് തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അടുത്ത വണ്ടിയിലോട്ട് മാറി. അതാണ് അടിപൊളി. അപ്പോൾ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വാഹനം ഹാരിയർ ആണെന്നുണ്ടെങ്കിൽ 2021 എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 20,875 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ആർക്ക് എഡിഷനിൽ ഡീസൽ മാനുവൽ കൺസെപ്റ്റിൽ വരുന്ന ഹരിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് മച്ചാന്റെ വ്യൂവേഴ്സിന് ഒരു 15.5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ 15.5 ലക്ഷം രൂപയ്ക്ക് ഇത് ടാറ്റ ഹാരിയർ. ആ ഒരു ഇന്റീരിയർ ഒക്കെ ആ ഒരു പ്രീമിയം ടച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ക്ലാസിക് ടച്ച് ഉണ്ട്. മച്ചാന്റെ വ്യൂവേഴ്സിന് എന്താ കുറയ്ക്കുമെന്ന് വീണ്ടും പറഞ്ഞായിരുന്നല്ലേ? 15.5 ലക്ഷം രൂപ. മനസ്സൊന്ന് മാറി. എത്ര കുറയുന്നുണ്ട് വീണ്ടും? അല്ല, ഇനി കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും നല്ല പ്രൈസാണ് ഓഫർ തരുന്നത്. ആർക്കും ബെൻസ് എടുക്കാം എന്നുള്ള കൺസെപ്റ്റ്. പ്രീമിയം വണ്ടി ചെറിയ ബഡ്ജറ്റിന് എടുക്കാൻ നോക്കുന്നവർക്ക് ഒറിജിനൽ കേരള വാഹനമാണ്. ഒറിജിനൽ കേരള 2013 മെർസിഡീസ് ബെൻസ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. അതെ, സെക്കൻഡ് ഓണർഷിപ്പാണ്. അത്യാവശ്യം വേറെ നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പണിയോ എന്തെങ്കിലും പ്രോപ്പർ ഹിസ്റ്ററിയോടുകൂടിയുള്ള വാഹനമാണ്. ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റിംഗ് പൊസിഷൻ സീറ്റിംഗ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. 2013 പഴക്കം മാത്രമേ വരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. സൺറൂഫ് ഒക്കെ ഉള്ള വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 63,000 കിലോമീറ്റർ ഓടി. ഒറിജിനൽ കേരള വാഹനം. ബെൻസ് നോക്കുന്നവരാണെന്ന് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് 13 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. 13 ലക്ഷം രൂപ. അതെ. മച്ചാന്റെ വ്യൂസ് ഒന്ന് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്തോ കുറയും. മച്ചാന്റെ വ്യൂവേഴ്സിനുള്ള പ്രൈസാണ് 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപയ്ക്ക് ഒരു ബെൻസ്. അതെ, അടിപൊളിയാണ്. എടുത്തൊന്ന് കുട്ടപ്പനാക്കി ഒന്ന് അടിപൊളി ചെത്താക്കി ഒന്ന് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ലൈക്ക് ഞാൻ പറഞ്ഞ ഫേസ് ലിഫ്റ്റ് ചെയ്യാനാണ്. ഈ ബെൻസിൽ എന്തിനാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇപ്പം കറണ്ട് ഒന്നും മിണ്ടാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഞാൻ തെറ്റി പറഞ്ഞാൽ അതിനെ തൂക്കി പിടിച്ച് വള്ളി എന്നെ ഏറി കയറ്റിക്കൾ. അതുകൊണ്ട് ഇതാണ് വണ്ടി 13 ലക്ഷം രൂപ ഉറപ്പിച്ചിരിക്കുന്നത്. മച്ചാന്റെ വ്യൂവേഴ്സിനുള്ള പക്ക ഓഫർ പ്രൈസിനുള്ള വാഹനം. പക്ക ഓഫർ പ്രൈസിന് ആൾട്രോസ് എത്ര രൂപയ്ക്ക് വരും? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ആരും തരില്ല. കേരളത്തിൽ ആരും തരില്ല. 5 ലക്ഷം രൂപയ്ക്ക് 2022 മോഡൽ ആൾട്രോസ്. 2022 വെറും 15,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ, അതെ. 15,188 കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ. അതുമല്ല നമ്മളെ മാനുവൽ പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. വെറും 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. വെറും 5 ലക്ഷം പ്രൈസാണ്. അതുപോലെ അടിപൊളിയാണല്ലേ. ഇന്റീരിയർ എല്ലാം സൂപ്പറാണ്. അപ്പം വിശ്വസിച്ചെടുക്കാം. അതെ, വിശ്വസിച്ചെടുക്കാം. അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഡ് എക്കോസ്പോർട്ടിന്റെ 1.5 ട്രെൻഡ് ലൈൻ ആണ്. അത് 2013 മോഡൽ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര രൂപയാണെങ്കിൽ കൊടുക്കും? 4 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ പ്രൈസ്. 4 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് i10 നിയോസ് ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. 2021 19,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ ആണ്. പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ്. എത്ര രൂപയാണെങ്കിൽ കൊടുക്കും? 5,90,000 രൂപയാണ് ഞങ്ങളുടെ 5,90,000 രൂപ. 19 i20 ആസ്ത ഓപ്ഷൻ CVT വേരിയന്റ് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. 2019 23,775 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ കംപ്ലൈൻസ് നെഗറ്റീവ്സ് ഒന്നും പറയാം. എത്രയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങും എന്റെ വ്യൂസ്. ഇത് ഈ വാഹനത്തിന്റെ പ്രൈസ് 7,95,000 ആണ്. 7,95,000 നെഗോഷ്യബിൾ ആണ്. ഇത് 2013 മോഡൽ ഓൾട്ടിസ് ആണ്. ഓൾട്ടിസ് ഡീസൽ ആണ്. ഓക്കെ. വെറും 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഈ വാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് 7,25,000 ആണ്. 7,25,000. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 200 രജിസ്ട്രേഷൻ ആണ്. അടുത്ത ഹോണ്ട അമേസ് 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നതാണ്. 2014 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഫസ്റ്റ് ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് ആണ്. എത്ര രൂപയാണ് ഇറങ്ങും? ഇത് നമുക്ക് 4,15 ലക്ഷം രൂപ കൊടുക്കാം. 4,15 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞാൽ നമുക്ക് ഏത് ഇയറാണ് വരുന്നത്?
ഇത് 2018 മോഡലാണ്. 2018 എത്ര കിലോമീറ്റർ ഓടി? സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 40,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. നല്ല കളർ കേട്ടോ. 40,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ്. അത് ഡീസൽ ആണോ പെട്രോളാണ്? പെട്രോളാണ്. പെട്രോളാണ്. പെട്രോൾ SX ഓപ്ഷൻ ആണ്, ടോപ്പ് എൻഡ് ആണ്. എത്ര രൂപയാണെങ്കിൽ കൊടുക്കാം? 8 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ പ്രൈസ്. 8 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രൈസ്. ഇതുവരെ 0 കംപ്ലയിൻസ് ആണ് നിങ്ങളെ കാർ ഷോറൂമിനെ കുറിച്ച്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത്. പുതുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോയുമായി കാണുന്നവരെ ക്യാമറാമാൻ ഹാസിഫിനോടൊപ്പം സ്മീമ ചാനൽ മുനീർ signing off from Exide Trivandrum. Bye bye.